ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പഴയ സാരിയാണ്. പഴയതെന്ന് വെച്ചാൽ അധികം പഴയതായിട്ടില്ല, പക്ഷേ ഞാൻ ഉടുക്കാറില്ല. അങ്ങനെ ഒരു സാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് റണ്ണിങ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് ചെക്കഡ് ഡിസൈനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കിടിലൻ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടോ അതല്ല ഇതുപോലെ ഒരേപോലെയുള്ള ഡിസൈൻ റണ്ണിങ് ആയിട്ട് വരുന്ന ഡിസൈനോ അതുപോലെ ചെക്കഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റത്തിന് ബെറ്റർ ആയിരിക്കും. അപ്പോൾ താഴെ ഈ ബോർഡറൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇരുന്നോട്ടെ, അതൊന്നും കട്ട് ചെയ്തെടുക്കണില്ല. അപ്പോൾ ഇതിൽ വേണ്ടാത്തതായിട്ട് മുന്താണിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം നമ്മൾക്ക് വേണ്ട. അപ്പോൾ അത് കളർ ചേഞ്ച് ആയതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉടുക്കാത്ത പഴയ സാരികളോ ഉപയോഗിക്കാത്തതോ കീറിയതോ അങ്ങനെ ഇഷ്ടപ്പെടാത്തതോ അങ്ങനെയായിട്ടുള്ള കുറേ ഐറ്റങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനലിലേക്ക് കുറേ പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് അത് നമ്മൾക്ക് വേണ്ട. അതിനുശേഷം ബാക്കിയുള്ള സാരി ഫുള്ളായിട്ട് 3 മടക്കിയിട്ടുണ്ട് ഞാൻ. വീതിക്ക് അനുസരിച്ചിട്ട് സാരി 5.5 മീറ്റർ ആണല്ലോ, 5.5 മീറ്ററിൽ നിന്ന് ആ മുന്താണി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി പോർഷൻ 3 മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യണം. 3 മടക്കിയിട്ട് 3 പീസ് ആക്കി എടുക്കണം ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മടക്കിയിട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയതല്ലേ, അപ്പോൾ അത് ചെറിയ ടേബിളാണെങ്കിൽ ചെറുതുമാണ്. അപ്പോൾ അതിന് വേണ്ടി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 പീസ് ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്, 2, 3. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം അതുപോലെ തന്നെ ഒരു സൈഡ് മടക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ 3 പീസ് മൊത്തത്തിൽ ഒരു സാരിയെ 3 പീസാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിൽ ഇഞ്ച് കണക്ക് പറയുന്നില്ല. ഒരു സാരിയെ മൊത്തത്തിൽ ഞാൻ 3 എടുത്തിട്ടുള്ളതാണ്. ലാസ്റ്റ് ഫൈനലിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിന് നിങ്ങൾക്ക് വേണ്ട അളവ് എത്രയാണെന്ന് അത് പറഞ്ഞു തരാം. അപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് സർപ്രൈസാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇത് 3 പീസാക്കിയിട്ട സാരി ഞാനിപ്പോൾ 2 മടക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരേ ലെവലായിട്ട് ഇതുപോലെ 3 പീസ് കിട്ടണം. ഓക്കെ, ഇതിലിപ്പോൾ മടക്കിയിട്ടത് കൊണ്ട് 6 പീസാണ്. ഇനിയപ്പോൾ ഇതിൽ കട്ടിങ് പറയാൻ എന്ത് മാത്രമേ ഉള്ളൂ. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് ഇനിയിപ്പോൾ സ്റ്റിച്ചിങ്ങിലൂടെയേ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യാം നമ്മൾക്ക്. അപ്പോൾ സാരി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ച സാരി നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് ആദ്യം ചെയ്യേണ്ട പണി ഈ 3 പീസ് ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 പീസ് എടുത്തിട്ട് ആദ്യം ഒന്ന് ജോയിൻ്റ് ആക്കുക. പിന്നെ 3ാമത്തെ പീസും എടുത്തിട്ട് അങ്ങനെ 3 പീസും ഒന്നിച്ച് ജോയിൻ്റ് ആക്കിയിട്ട് നല്ല വീതിയിലുള്ള ഒരൊറ്റ പീസാക്കി എടുക്കണം. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഈ 2 കരഭാഗം ഉണ്ടല്ലോ സാരിയുടെ, ആ 2 ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതൊരു സെൻറ്ററിൽ ഈ ബോർഡർ വരും. അത് സാരമില്ല, അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടൊന്നും മാറ്റിയിട്ടില്ല. ഒരറ്റം മുതലിങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് താഴെ അറ്റം വരയ്ക്ക് നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ 3 പീസും ജോയിൻ്റ് ആക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞു തരാം. ഒന്നും കൂടെ പറയണം, വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കണ്ടുപോകരുത് കേട്ടോ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും പഴയ സാരി വെച്ചിട്ടുള്ള ഉപയോഗം ഒരുപാട് ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഐഡിയ വെച്ചിട്ടും എൻ്റേതായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ 2 പീസ് ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് ഒറ്റ പീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 3ാമതൊരു പീസും കൂടെ ജോയിൻ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കുക. നീളത്തിൽ ആദ്യം തയ്ച്ച പോലെ തന്നെ നീളത്തിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഭാഗവും അതുപോലെ തന്നെ ഏറ്റവും മുകൾ ഭാഗവും മടക്കി തയ്ക്കണം. ഇപ്പോൾ ആ വെട്ട് ഭാഗം തയ്യൽ തുമ്പോടെ ഇങ്ങനെ കാണുമല്ലോ, അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ലെവലാക്കി കൂടെ എടുക്കണം. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് എങ്കിലും നിങ്ങൾക്ക് പഴയ സാരി കൊണ്ടുള്ള ഉപയോഗം
ഫൈനലിൽ കാണുമ്പോൾ കിടിലനായിരിക്കും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പഴയ സാരി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് ഇതുപോലെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഈ സംഭവം എല്ലാവരുടെ വീട്ടിലേക്കും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇത് വേണ്ടാത്ത ഇല്ലാത്ത എന്താ പറയുക, ഇത് ഈ ഒരു ഐറ്റം ഇല്ലാത്ത ഏത് വീടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഏത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, താഴെയും മുകൾ ഭാഗവും മടക്കിയിട്ട് ലെവലാക്കി എടുക്കണം. അപ്പോൾ അരിഞ്ച് ആദ്യം ഒന്ന് മടക്കി വീണ്ടും അരിഞ്ച് ആദ്യം ഒന്ന് മടക്കിയിട്ട് മടക്കി നീളത്തിൽ വീണ്ടും തയ്ച്ചെടുക്കുക. എന്നാലേ തയ്യൽ തുമ്പ് കാണാതെ വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പം അറ്റം വരയ്ക്ക് ഇതുപോലെ തന്നെ മടക്കി തയ്ക്കണം. അപ്പോൾ 3 പീസാണ് ഉള്ളത്. അപ്പോൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങി ഒരറ്റം വരയ്ക്ക് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. ഞാൻ മുഴുവനും കാണിക്കുന്നില്ല, എല്ലാം മുഴുവനും കാണിക്കാൻ നിന്ന വീഡിയോ ഇപ്പോൾ തന്നെ ഓൾറെഡി ലെങ്ത്ത് കൂടുതലാണ്. ഇനി മുഴുവനായിട്ടല്ല, ഇതെല്ലാം മടക്കി തയ്ക്കണതെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നീളത്തിൽ മടക്കി തയ്ച്ചിട്ടുണ്ട്, 2 സൈഡും മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ, താഴെയും മുകൾ ഭാഗവും. ഇനി അടുത്തതായിട്ട് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും വലിയൊരു എന്താ പറയുക നീളത്തിനനുസരിച്ചിട്ടുള്ളൊരു തുണിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ തയ്ച്ച തുണിയുടെ ചീത്ത വശം എടുക്കുക. ഓക്കെ, ചീത്ത വശം എടുത്തിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചുരിദാറിൻ്റെ പാൻറ്റിനും അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന റോപ്പാണ്. നാടാന്ന് പറയും, പാവാട നാടാന്ന് പറഞ്ഞാൽ കടയിലൊക്കെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ സ്കേർട്ടിന് ഉപയോഗിക്കുന്ന റോപ്പ് എന്ന് പറഞ്ഞാലും കിട്ടും. ഇത് നമ്മൾ തയ്ച്ച് വെച്ച തുണിയിൽ ഉൾവശത്ത് ഒരു 1.5 ഇഞ്ച് താഴെ ഇറക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ തയ്ച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വീതി ഒരു 1/2 ഇഞ്ചോളം ഉണ്ട്, 1/4 ഇഞ്ചിൽ കൂടുതൽ 1/2 ഇഞ്ച് കഷ്ടിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നീളത്തിൽ തയ്ക്കുക, എന്നിട്ട് മുഴുവനായി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈഡും രണ്ടാമത്തെ സ്റ്റിച്ചും കൂടെ നീളത്തിൽ അറ്റം വരയ്ക്ക് ഇതുപോലെ തയ്ച്ച് എടുക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞു തരാം. ഈ സംഭവം ഉപയോഗിച്ചിട്ട് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതെന്തായാലും വേണ്ടി വരും. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സൈഡ് ഭാഗം ഇങ്ങനെ മടക്കി തയ്ക്കാനായിട്ടുള്ളതാണ്. അതും കൂടെ ഒക്കെ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ടേപ്പ് എടുത്തിട്ട് ആദ്യം ഒരു 3 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ നാട വെച്ചിട്ടുണ്ടല്ലോ, ആ സൈഡാണ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മാർക്കിങ് 6 ഇഞ്ചിലോട്ടാണ്. പിന്നെ എല്ലാ ഭാഗത്തും അതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം മാത്രം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം ഫുള്ളായിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, നല്ല വശത്താണ് മാർക്ക് ചെയ്യേണ്ടത്, ഞാൻ ചീത്ത വശത്ത് മാർക്ക് ചെയ്ത് പോയി. നല്ല വശത്ത് അതേപോലെ തന്നെ മാർക്കിങ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ചോളം 3 പ്ലേറ്റ് ഇങ്ങനെ കയ്യിൽ എടുക്കുക, പിടിച്ചിട്ട് എടുക്കുക, ഇങ്ങനെ നീളത്തിന്. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ 1/2 ഇഞ്ചിന് ഒരേ അളവിൽ 3 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എടുത്തിട്ട് ആ 3 പ്ലേറ്റും ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് പ്ലേറ്റിൽ സ്റ്റിച്ച് കൊള്ളുന്നത് പോലെയാണ് ഇപ്പോൾ തയ്ച്ച് എടുക്കുന്നത്. ഒരു 3.5 ഇഞ്ച് നീളത്തിന് പ്ലേറ്റിൻ്റെ മേലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വെളിയിലേക്ക് എടുത്താൽ ഇങ്ങനെ ഉണ്ടാകും. പ്ലേറ്റ് ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ താഴെ, എന്താ പറയുക, നമ്മുടെ സ്കേർട്ടിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ താഴെ ഉണ്ടാവില്ല, അതുപോലെ നീളത്തിന് നല്ല ഭംഗിയായിരിക്കും. അടുത്തതായിട്ട് ചെയ്യുന്നത് ആ പ്ലേറ്റിൻ്റെ മേലെ കുറുകയായിട്ട് ഓക്കെ, ഒരു 1/2 ഇഞ്ചോളം ആ പ്ലേറ്റ് ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ആ നാടയുടെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ നാടയുടെ താഴെ ഭാഗത്തുമായിട്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. സെൻറ്ററിൽ നാടയുണ്ട് ആ പ്ലേറ്റിൻ്റെ മേലെ, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത 6 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ മാർക്ക് ചെയ്തത്, അതിലും ഇതുപോലെ 1/2 ഇഞ്ചോളം പ്ലേറ്റ് ഇട്ട് 3 പ്ലേറ്റ് എടുത്ത് കൊടുക്കുക. അതിനുശേഷം പ്ലേറ്റിൻ്റെ മേലെ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഒരു 3.5 ഇഞ്ച് ഇറക്കത്തിന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വെളിയിലേക്ക് എടുക്കുക. അതിന് ശേഷം നമ്മൾ ആ റിബൺ വെച്ചതിൻ്റെ ഏറ്റവും മുകളിലെന്ന് വെച്ചാൽ 1 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ആ റിബണിൻ്റെ താഴെയായിട്ട് അടുത്ത സ്റ്റിച്ച് 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാലില്ലേ, അതൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പ്ലേറ്റ് കറക്റ്റായിട്ട് ഒന്ന് ഒതുങ്ങി കിട്ടി നല്ല ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്ര മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ 2 പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ സാരി ഇങ്ങനെ നിൽക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ ഒതുങ്ങി നീളത്തിൽ നല്ല ഭംഗിയായി കിട്ടും. അടുത്തതും 6 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്തതും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ കണ്ടിട്ട് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഇടുക കേട്ടോ. ഒരു സമ്മാനം തരാം എന്തായാലും. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ചെയ്യാണ്. മനസ്സിലാകാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 3 പ്ലേറ്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുഴുവനും ചെയ്യണം. മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെല്ലാം പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വേറൊരു പണിയും കൂടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ, മുഴുവനായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അളവ് കിട്ടിയില്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 6 ഇഞ്ച് 7 ഇഞ്ചോളം 2 പീസ് 2 സൈഡും എക്സ്ട്രാ കൊടുത്തിട്ട് അതിലൊന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് അതിലും പ്ലേറ്റ് ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ പണിയുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ആ പ്ലേറ്റ് ഇട്ട് കൊടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഓരോ പ്ലേറ്റിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു 1.5 ഇഞ്ച് ആ നാടിയുടെ മേലെ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതാണല്ലോ നമ്മൾ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിന് 2 മാർക്കിങ് വീതം എവിടെയോ കൊടുക്കുന്നറിഞ്ഞു. ഓരോ പ്ലേറ്റിൻ്റെ അടുത്തും, പ്ലേറ്റിൻ്റെ മേലെയല്ല, ഓരോ പ്ലേറ്റിൻ്റെ അടുത്തടുത്തായിട്ട് ഈ 2 ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കൂ. അതിൽ സ്റ്റിച്ചിട്ട് കൊടുക്കാൻ ചെയ്യുകയാണ്, സ്റ്റിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ലതുപോലെ 1-2 ലോക്കിട്ട് കൊടുക്കുക. ആ ഗ്യാപ്പ് വേണം കേട്ടോ, കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് വേണം. ഗ്യാപ്പില്ലാതെ അടുപ്പിച്ച് ചെയ്തു പോകരുത്. അടുത്ത പ്ലേറ്റിൻ്റെ കൂടെ എത്തുമ്പോഴും അതുപോലെ. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഞാൻ കുറേ കൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഗ്യാപ്പിട്ട് കൊടുക്കണം. ഓക്കെ. എല്ലാ പ്ലേറ്റിൻ്റെ അടുത്തും അതുപോലെ മാർക്ക് ചെയ്തിട്ട് അതുപോലെ ചെറിയ ചെറിയ ലോക്കിട്ട് കൊടുക്കുക. ആ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതുപോലെ ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഒരറ്റം മുതൽ എല്ലാ പ്ലേറ്റിലും അടുത്ത അറ്റം വരയ്ക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ചെയ്ത് തന്നെ പറ്റുള്ളൂ. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം കറക്റ്റായി ലെവലായി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ 2 സ്റ്റിച്ച് ലോക്ക് ചെയ്തെടുത്തിട്ടില്ല, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ആദ്യം റിബണിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് അഴിച്ച് എടുക്കണം. അപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്, എല്ലാത്തിലും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇനി ഇതുപോലെ ഒരു എന്താ പറയുക ഹൂക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഹൂക്ക് ഇത് റൗണ്ടായിട്ടുണ്ട്, അതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു ഹൂക്കും കൂടെ ഉണ്ട്. ആ ഹൂക്ക് ആ ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഹൂക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇത് എന്തിനുള്ള ഹൂക്കാണെന്നറിയോ? ഇത് വിൻഡോ കർട്ടനിൽ ഉപയോഗിക്കുന്ന ഹൂക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളത് അടിച്ചു മാറ്റിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്താ ഉണ്ടാക്കിയതെന്ന്, നമ്മൾ എന്താ സ്റ്റിച്ച് ചെയ്ത് എടുത്തതെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. വിൻഡോ കറക്റ്റിനാണ് ഞാൻ കുറച്ച് ലെങ്ത്തും വീതിയും എല്ലാം കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് കാണിച്ചു തരാം, പറഞ്ഞും തരാം. ഓക്കെ. അപ്പോൾ ഇത് ഇട്ടും കൂടെ കാണിക്കണം. അപ്പോൾ ഇടാനായിട്ട് അതിൻ്റെ ഹാങ്ങിങ്ങും എന്താ പറയുക ആംഗിളും ഒക്കെ വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ആംഗിൾ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ കടയാണ് കേട്ടോ, ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ ഞാനിരിക്കുന്ന മെഷീൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ചെറിയൊരു വിൻഡോ ഉണ്ട് അവിടെ, എങ്കിലും അതിലൊരു കർട്ടൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ വീതിക്കനുസരിച്ചിട്ട് ഇതപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് വെച്ച കർട്ടൻ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതണു. അപ്പോൾ ഞാൻ എന്താ പറയുക, അത് ബാഗ് ചുമരൊക്കെ കുറച്ച് പെയിൻറ്റൊക്കെ ചെയ്തതാണ്, എങ്കിലും കുറച്ചൊരു ഇതുപോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്തതാണ്. അപ്പോൾ കാണാനായിട്ട് റൂം കാണാനായിട്ട് കുറേ കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സാരി വെച്ചിട്ടുള്ള യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, എനിക്കും ഉപയോഗിക്കുകയും ചെയ്യാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നല്ല ലെങ്ത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നല്ല വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ആംഗിൾ അടിച്ചതുണ്ടല്ലോ, അതൊരു 82 ഇഞ്ചോളം നീളത്തിൽ ഞാൻ കടയിൽ നിന്ന് ഹാർഡ്വെയറിലൊക്കെ ഇതുപോലെ എന്താ പറയുക വിൻഡോ കർട്ടൻ്റെ ആംഗിളും അതിൻ്റെ സെറ്റും എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ ഞാൻ അത്യാവശ്യം പണികളൊക്കെ ഇതുപോലുള്ളതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പോൾ അത് അടിച്ചിട്ട് അതുപോലെ തന്നെ കർട്ടൻ തയ്ച്ച് വിട്ടിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതണോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പഴയ സാരി ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്